ഉമ്മൻചാണ്ടി അധ്യക്ഷൻ, പ്രിയങ്കരനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ഈ ജാഥയുടെ ക്യാപ്റ്റൻ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, പ്രിയങ്കരനായ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, പ്രിയങ്കരനായ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ PJ ജോസഫ്, RSP നേതാവ് ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ CP ജോൺ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് നേതാക്കളെ, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് അടക്കമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര ചരിത്രമുറങ്ങുന്ന ഈ കുമ്പളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ കുമ്പളയ്ക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ കുമ്പള ഗാന്ധി എന്ന ആ വലിയ മനുഷ്യനെ ഓർക്കാതെ നമുക്ക് കടന്നു പോകാൻ സാധ്യമല്ല. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കുമ്പള ഗാന്ധിയുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ യാത്രയുമായി തിരുവനന്തപുരത്തേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരത്തിൻ്റെ കുത്തൊഴുക്കാണ് നമ്മളിവിടെ കാണുന്നത്. നാട്ടിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കേരളം ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. 10 വർഷം കൊണ്ട് കേരളം ഭരിച്ചു മുടിച്ച ഈ ഗവൺമെന്റിൽ നിന്ന് കേരളം ഒരു മോചനം ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, ചേലക്കര ഒഴിച്ച് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ ജയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉജ്ജ്വലമായ വിജയമുണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2010 വിജയം നമ്മൾ ആവർത്തിച്ചു. ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കേരളം അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട, പാർട്ടിക്ക് വേണ്ടി മാത്രം ഭരിച്ച, ഒരു വികസനവും എത്തിക്കാത്ത ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് വികസനം കേരളത്തിലുണ്ടായി? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം പദ്ധതി, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പദ്ധതികൾ നടപ്പാക്കിയ ആ UDF ഗവൺമെന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? സാമ്പത്തിക തകർച്ചയിലേക്ക് കേരളത്തെ എത്തിച്ചു. കയ്യിൽ ഒരു പൈസ പോലും എടുക്കാൻ നിവർത്തിയില്ലാത്ത നിലയിൽ എത്തിച്ചു. ആകെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹകരണ ബാങ്കിന്റെ കയ്യിലുള്ള പണം കവർന്നെടുക്കുകയാണ്. സഹകരണ ബാങ്കിന്റെ പണം കവർന്നെടുത്താൽ മാത്രമേ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന നിലയിലാണ് ഇന്ന് കേരളം. ഉമ്മൻചാണ്ടി EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചപ്പോൾ കേരളത്തിന്റെ പൊതുക്കടം 1 ലക്ഷം കോടി. 10 വർഷം കൊണ്ട് അത് 6.5 ലക്ഷം കോടിയായി അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കടമെടുത്ത് കേരളത്തെ കടക്കണിയിലാക്കിയ ഗവൺമെന്റാണിത്. ഒരു വികസനവും ഉണ്ടാകുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ സമഗ്ര വികസനം ഉണ്ടാകും. ഇവിടെ നിക്ഷേപങ്ങൾ വരും. വിദേശ നിക്ഷേപങ്ങളും കേരളത്തിലേക്ക് ഒഴുകും. അതോടൊപ്പം തന്നെ സ്വകാര്യ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരും. ഈ കേരളത്തിന്റെ മുഖച്ഛായയ്ക്ക് ഞങ്ങൾ മാറ്റം വരുത്തും. പുതിയ വ്യവസായങ്ങൾ ഇവിടെ വരും. കാർഷിക രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ കുട്ടികൾ ഇന്ന് വിദേശത്തേക്ക് പലായനം ചെയ്യുന്നു. ആ വിദേശത്തേക്ക് പലായനം ചെയ്യുന്ന നടപടി അവസാനിക്കും. നമ്മുടെ ചെറുപ്പക്കാർക്ക് മാന്യമായി
പഠിക്കാൻ അന്തർദേശീയ നിലവാരമുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം കേരളത്തിലുണ്ടാകും. മാന്യമായി ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കാനുള്ള അവസരം നമ്മളിവിടെ ഉണ്ടാക്കും. 10 വർഷം കൊണ്ട് കേരളത്തെ ഒരു ഓൾഡ് ഏജ് ഹോമാക്കി മാറ്റിയ ഗവൺമെന്റാണ് ഇവിടെ കേരളം ഭരിക്കുന്നത്. നാട്ടിൽ വികസനമുണ്ടായി എന്ന് പറയുന്നവർ ആരെ കബളിപ്പിക്കുകയാണ്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വികസനത്തിന്റെ പാതയിലൂടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള അവസരമുണ്ടാകും. സർവകലാശാലകളിൽ പഠനമുണ്ടാകും. കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ടാകും. എന്ന് ഈ നാട് മുടിച്ച് എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ ഒരു മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്നു. കേരളത്തിന്റെ സമഗ്ര വികസനമായിരിക്കും നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ടാണ് ഈ യാത്ര പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. കൊള്ള നടത്തിയ ആളുകൾ, ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവർ ഇന്ന് ഓരോരുത്തരായി ജയിലിൽ നിന്ന് പുറത്തു വരികയാണ്, ജാമ്യം കിട്ടുകയാണ്. മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയിട്ടും ജാമ്യം കിട്ടാത്തവർ ഒരു വക്കീലിന്റെ സഹായവുമില്ലാതെ 90 ദിവസം കഴിഞ്ഞപ്പോൾ കുറ്റപത്രം കൊടുക്കാത്തതിന്റെ പേരിൽ ജാമ്യം കിട്ടി പുറത്തു വരുന്നു. ഇനിയും CPM-ന്റെ 4 നേതാക്കന്മാർ കൂടി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ശബരിമല കേസ് അട്ടിമറിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? താൽക്കാലികമായ കുറ്റപത്രം കൊടുത്തത് കൊണ്ടാണ്. അവർക്ക് വേണമെങ്കിൽ താൽക്കാലികമായ കുറ്റപത്രം കൊടുക്കാമായിരുന്നു. അത് കൊടുക്കാതെ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഗവൺമെന്റ് കൊടുക്കാത്തത് കൊണ്ട്, മാത്രമല്ല കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കാത്തത് കൊണ്ട് ജാമ്യം കിട്ടി പുറത്തു പോകുന്ന പാർട്ടി നേതാക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, അടുത്തത് കേരളത്തിൻ്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപ മാഡം സംസാരിക്കും. അതിനുശേഷം ജാഥയുടെ നായകൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ പ്രസംഗവുമുണ്ട്. അതിനുശേഷം നമുക്ക് പിരിയാം. മാഡത്തെ ക്ഷണിക്കുന്നു.